സെക്സ് വരെ അവർ ഗൂഗിളിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ആരെങ്കിലൊക്കെ ഉണ്ടാക്കി വിട്ട വീഡിയോകളും അതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ. ഒരു മാസം 850 രൂപയ്ക്ക് വന്ധ്യതയ്ക്ക് ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമാണ്. അലോപ്പതി പരിപൂർണമായും കൈവിട്ട എൻ്റെ അടുത്തേക്ക് വരുന്നത് അത് വേറൊരു ഇതാണ്. അല്ലാണ്ട് ഫ്രഷ് ആയിട്ടൊരു പേഷ്യൻറ്റ് ഒരു 2 വർഷം 3 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടിയില്ലാന്ന് വരുന്നില്ല. അലോപ്പതി നീട്ടിവലിച്ച് ഇനി ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് വിടുമ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. അവരുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചിരിക്കുന്ന ഒരാളെ വീണ്ടും കുറേ പ്രതീക്ഷകൾ കൊടുത്ത് വീണ്ടും വിഷമത്തിലേക്ക് തള്ളിവിടുന്നതിൽ അർത്ഥമില്ലല്ലോ. അവരതൊരു പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കഴിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. അതായത് കല്യാണം കഴിഞ്ഞു, അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് കുഞ്ഞു വേണ്ട, നിൻ്റെ പഠനം കഴിയട്ടെ, നിനക്കൊരു ജോലിയാവട്ടെ, എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ഒരു കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് പറയുന്ന ബുദ്ധിശൂന്യത കാണിക്കുന്ന ഒരുപാട് അറിവ്, അതായത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇത്തരം ബുദ്ധിശൂന്യത കാണിക്കുന്ന ധാരാളം ദമ്പതികളെ എനിക്കറിയാം. ഈ പാരമ്പര്യത്തിൻ്റെ ഇടയിൽ മന്ത്രവാദവും പിന്നെ വേണ്ടാത്ത ആഭിചാരക്രിയകളൊക്കെ നടത്തി ഈ പാരമ്പര്യ വൈദ്യൻ എന്നതിനപ്പുറത്ത് ജനങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുകയും സമൂഹത്തെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നില്ല. അത് യഥാർത്ഥ പാരമ്പര്യ വൈദ്യന്മാരല്ല. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വളരെ സന്തോഷത്തോടു കൂടി എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. കാരണം ഒരുപാട് പേർക്ക് നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു കുട്ടികളില്ലാത്തത് തന്നെയാണ്. എന്തൊക്കെ നേടിയിട്ടും നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം അതാണ്. അതിനുവേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കി പലരും പല സ്ഥലങ്ങളിൽ പോയിട്ട് ചികിത്സിക്കുന്നുണ്ട്, എന്നിട്ട് പോലും ഒന്നും നടക്കുന്നില്ല. ഒരുപാട് പേർക്ക് ഇപ്പോഴും നിരാശയിൽ തന്നെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് കാണുന്ന പലരുടെ അറിവിലുണ്ടാവും ഒരുപാട് ആളുകൾ. അവർക്കെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പാലക്കാട് വർഷങ്ങളായിട്ട് 9 തലമുറകളായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന ഒരു ആയുർവേദ പാരമ്പര്യ ചികിത്സാ കേന്ദ്രമുണ്ട്. പൊന്നമ്പൂശാരി മെമ്മോറിയൽ വന്ധ്യതാ ചികിത്സാലയം. നമ്മുടെ പാലക്കാട് പാടൂരാണ്. അവിടുത്തെ ഡോക്ടർ അവിടുത്തെ മെയിൻ വൈദ്യരായ നമ്മുടെ നിഷികാന്ത് സാറാണ് നമ്മളോടൊപ്പം. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ് സാർ. എന്നാലും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി ആളുകൾ ഈ ചികിത്സയ്ക്ക് പോകുമ്പോഴും ഇവിടെ ഇപ്പോഴും 1000-ൽ താഴെ പൈസ കൊടുത്തിട്ട് ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിസൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പല സ്ഥലങ്ങളിലും ഒരു ഹോപ്പ് പോലും കൊടുക്കാതെ ഈ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ വെറും 1000 രൂപയിൽ താഴെ എങ്ങനെയാണ് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുകയും ഈ എമൗണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അത് വന്ധ്യതാ ചികിത്സ കച്ചവടവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റലിൽ വിജയിക്കണമെങ്കിൽ അവരുടെ IVF സെൻ്ററോ അല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സ ഉണ്ടെങ്കിൽ ആ സ്ഥാപനം വിജയിക്കുന്ന പറയാം. അതെ, കാരണം മറ്റു രോഗികളിൽ നിന്ന് വ്യത്യസ്തമാണ് വന്ധ്യതാ രോഗികൾ. വന്ധ്യത ഒരു രോഗം എന്നതിനപ്പുറത്ത് ഒരവസ്ഥയാണ്. ഇപ്പോൾ എനിക്ക് വന്ധ്യതയുണ്ടെങ്കിൽ എൻ്റെ നിത്യജീവിതത്തിനോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സമില്ല. അതിനർത്ഥം ഒരു രോഗം എന്നതിനപ്പുറത്ത് ഒരാൾ കല്യാണം കഴിക്കുന്നു, ഒരു 2 ദമ്പതികൾക്കും അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതവർ സ്വാഭാവികമായ ജീവിതത്തെ ബാധിക്കുന്നില്ല. അവർ മാനസികമായ ഒരു പ്രശ്നമായിട്ടാണ് ഈ വന്ധ്യത ഉടലെടുക്കുന്നത്. കാരണം കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് മക്കൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. കല്യാണം കഴിക്കാത്ത ഒരാൾ എങ്ങനെ ജീവിക്കുന്നോ അതേപോലെ തന്നെ വന്ധ്യതയുള്ളവർക്കും ജീവിക്കാൻ പറ്റും. അപ്പോൾ അതായത് ഒരു പ്രകടമായ ഒരു ജീവിതശൈലി രോഗങ്ങളായിട്ട് ഇത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു അവസ്ഥ മാത്രമാണ്. ഈ അവസ്ഥയെ എത്ര കാലം വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ കഴിയും. അതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് വന്ധ്യതയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നത്. കാരണം മറ്റ് രോഗികളാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണ്, ഒരു കാലഘട്ടം വരെ അവർ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് രോഗി മരിച്ചു പോകുന്നു. ഇത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽക്ക് എത്ര കാലം വേണമെങ്കിലും അവരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ടാമത് IVF-ഉം ICSI പോലത്തെ ചികിത്സകൾ പലതവണ പരാജയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഈ ചികിത്സ ഗുണപ്രദമാണ്. 5 തവണ IVF പരാജയപ്പെട്ടവർക്കും ഞങ്ങളുടെ ചികിത്സ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ ചെലവിൽ ഈ ചികിത്സ നടത്തുന്നത് വെച്ചാൽ ഇതൊരു പാരമ്പര്യ ചികിത്സയാണ്. 9 തലമുറകൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിന് സിദ്ധിച്ച ഒരു അറിവാണ് ഈ പാരമ്പര്യ വന്ധ്യതാ ചികിത്സ. അപ്പോൾ അതിനൊരിക്കലും കച്ചവടവൽക്കരിച്ച് ബിസിനസ്സിൻ്റെ രീതിയിലേക്ക് മാറ്റാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ താല്പര്യമില്ല. അത് 9 തലമുറയായിട്ടും അത് അങ്ങനെ തന്നെയാണ് തുടർന്നു പോകുന്നത്. ഓക്കെ, ഒരു ഒറ്റ കാര്യം ചെയ്യട്ടെ. ഈ 9 തലമുറകൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇത് ആ ഒരു രാജഭരണ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും, അതിനും മുകളിലാണ് ആയിരിക്കും 9 തലമുറ പറയുമ്പോൾ. അപ്പോൾ അവിടെ തൊട്ട് പൊന്നൻ പൂശാരി ദമ്പതികൾക്ക് മക്കളില്ലാതിരിക്കുകയും അവർക്കൊരു സന്യാസിയുടെ ഉപദേശപ്രകാരം സിദ്ധിച്ച അറിവിലൂടെ അവർ തയ്യാറാക്കിയ മരുന്നുകൾ കഴിച്ച് അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തു. തുടർന്ന് മക്കളില്ലാത്തവർക്ക് ആ മരുന്ന്
ഇദ്ദേഹം നൽകി ഈ വന്ധ്യത ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നൊക്കെ സൗജന്യമായി കൊടുത്തതായിരിക്കാം. കാരണം ഒരു കുടുംബത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു അറിവ് കൊടുക്കുമ്പോൾ അത് ഗുണപ്രദമായി തന്നെ അത് മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് അറിവ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ അറിവ് 9ാം തലമുറയിൽ എന്നിലെത്തി നിൽക്കുന്നു. അപ്പോൾ അന്ന് ആ സന്യാസി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ മെഡിസിൻ അത് തന്നെയാണ് ഇപ്പോഴും തലമുറകളായിട്ട് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നതും കൊടുക്കുന്നതും അതേ രീതിയിൽ നിന്നും മാറ്റമില്ല. അതാണ് ഇത്ര റിസൾട്ട് വരാൻ കാരണം. തീർച്ചയായും വൈദ്യശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ചോട്ടെ, IVF-ഉം ICSI പോലത്തെ ചികിത്സകളും IUI പോലത്തെ ചികിത്സകളൊക്കെ എത്ര പുരോഗമിച്ചാലും ഈ പാരമ്പര്യ ചികിത്സയ്ക്ക് മുകളിലല്ല അതെന്ന് തെളിവുകൾ നിരത്തിയിട്ട് കാണിക്കാൻ എനിക്ക് കഴിയും. കാരണം 20-22 വർഷത്തെ വന്ധ്യതയും 4-5 തവണ IVF പരാജയപ്പെട്ടവർക്കും എൻ്റെ ചികിത്സയിൽ കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ 100 കണക്കിന് വ്യക്തമായ തെളിവുകൾ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അത്രയും തെളിവുകൾ ഉണ്ടാവുമ്പോഴും എൻ്റെ ചികിത്സയ്ക്ക് ഇത്രയും ചുരുങ്ങിയ 1000 രൂപയിൽ താഴെ എന്ന് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 20 വർഷമായി അല്ലെങ്കിൽ 22 വർഷമായി കുട്ടികളുടെ അത് IVF ലക്ഷങ്ങൾ ചിലവ് വരുന്ന IVF 4-5 തവണ പരാജയപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് ഈ നിഷികാന്തിൻ്റെ ഈ 1000 രൂപയുടെ മെഡിസിനിൽ, അതായത് ആദ്യത്തെ മാസം 2 സ്ത്രീക്കും പുരുഷനും കൂടിയിട്ട് 3200 രൂപയാണ് വാങ്ങിക്കുന്നത് ആദ്യത്തെ മാസം. അത് 1 ടൈം മെഡിസിനാണ്. അതിനുശേഷം എല്ലാ മാസവും 1000-ൽ താഴെ എന്ന് പറഞ്ഞാൽ 850 രൂപയാണ്. ഇപ്പോൾ ഈ 2025 നമ്മൾ വാങ്ങിക്കുന്നത് 850 രൂപയാണ്. ഒരു മാസം 850 രൂപയ്ക്ക് വന്ധ്യതയ്ക്ക് ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമാണ്. ഉണ്ടാവാം, പക്ഷേ റിസൾട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ കുറവാണ്. പക്ഷെ നമ്മളുടെ പാരമ്പര്യ രീതി പ്രകാരം എത്ര പാവപ്പെട്ടവനും ഏത് കൂലിപ്പണിക്ക് പോകുന്നവനും ഒരു ദിവസം പണിക്ക് പോയാൽ ഒരു മാസം നമ്മളുടെ മരുന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ തന്നെ ഈ ചികിത്സ മുന്നോട്ട് പോകണമെന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മൊത്തം അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കച്ചവടത്തിൻ്റെ പാതയിലൂടെ പോകാതെ നമ്മൾ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 1000-ൽ താഴെ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുന്നത്. വേണമെങ്കിൽ നമുക്ക് 10,000, 20,000, 50,000 പറയാം. ഇപ്പോൾ പലർക്കും വിശ്വാസക്കുറവ് എന്താണെന്ന് വെച്ചാൽ 1000-ൽ താഴെ മരുന്ന് കൊടുത്തിട്ട് വന്ധ്യത മാറ്റുമോ എന്നുള്ളതാണ്. ഈ 1000-ൽ താഴെയുള്ള മരുന്നിനെ ഞാൻ 10,000, 25,000 ആക്കിയാൽ എനിക്ക് നല്ല തിരക്കായിരിക്കും അവിടെ. കാരണം എമൗണ്ട് കൂടുമ്പോൾ അതിൽ എന്തൊക്കെയോ അടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട്. ഒരു 9 തലമുറകൾക്ക് മുമ്പ് പകർന്നു നൽകിയ ഒരു സന്യാസി പകർന്നു നൽകിയ ഒരു മെഡിസിനാണ് ഇപ്പോഴും നമ്മൾ തലമുറകളായിട്ട് ആ കൂട്ട് നമ്മൾ സീക്രട്ടാണ്. ഇപ്പോഴും ആ മരുന്നുകളൊക്കെ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. ഒരു മരുന്ന് പോലും ഇല്ലാതെ മരുന്ന് നിർമ്മാണം നടക്കില്ല. കാരണം കുറേ മരുന്നുകളുടെ ഒരു കൂട്ടാണ്. അത് വലിയൊരു യോഗമാണ് ആ മരുന്നിൻ്റെ യോഗം. അതിൽ ഏതെങ്കിലും ഒരു മരുന്ന് നമ്മൾ ഒഴിവാക്കുമ്പോൾ അത് മറുമരുന്നിൻ്റെ നിർവീര്യമാക്കാനുള്ള മരുന്നായിരിക്കും. അതിൽ വിഷച്ചെടികൾ ഉണ്ടാവാം ഇല്ലേ? ആ വിഷച്ചെടികളെ നിർവീര്യമാക്കാനായിരിക്കും വേറൊരു ഔഷധ ചെടീനെ അവിടെ കൊണ്ട് വയ്ക്കുന്നുണ്ടാവും. ആ ഔഷധച്ചെടി നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ഇതിലുള്ള മറ്റു ചെടികളുടെ വിഷത്തിൻ്റെ വീര്യം ചിലപ്പോൾ കുറയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ പരമ്പരാഗത രീതിയിൽ മാത്രമാണ് മരുന്ന് നിർമ്മിക്കുന്നതും കൊടുക്കുന്നതും പഥ്യം പാലിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് ഉണ്ടാവുന്നത്. ഇതെല്ലാം ഇവിടെ തന്നെയാണോ ചെയ്യുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് ഈ വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. ഈ ചെടികളെല്ലാം നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഇവിടെ ഇല്ലാത്ത മരുന്നുകൾ അട്ടപ്പാടി, നെല്ലിയാമ്പതി വനമേഖലകളിലെ ആദിവാസികളിൽ നിന്ന് ശേഖരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം എത്രത്തോളം, ഇപ്പൊ നമുക്കൊരു കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം എത്രത്തോളം റിസൾട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈ തലമുറയിൽ, വൈദ്യര തലമുറയിൽ എനിക്കിപ്പോ ശ്രീ ചോദിക്കാണ് വ്യക്തമായ തെളിവുകൾ എൻ്റെ മുന്നിൽ കാണിച്ചു തരാൻ എത്ര പേരുണ്ട് വെച്ചാൽ 2000-ലധികം എന്ന് എനിക്ക് പറയാൻ കഴിയും, തരാനും കഴിയും. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ലക്ഷങ്ങൾ ചെലവാക്കി പല സ്ഥലങ്ങളിലും ചികിത്സിച്ചിട്ട് റിസൾട്ട് കിട്ടാതിരിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസമാണ്. വെറും 1000-ൽ താഴെയുള്ള മെഡിസിനുകളും ഉണ്ട്. ഇത്രയും 2000-ലധികം റിസൾട്ട് നമ്മുടെ മുമ്പേ തന്നെ തെളിവുകളുണ്ട്. അല്ല, ഈ തെളിവുകൾക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ അലോപ്പതി പരിപൂർണമായി കൈവിട്ട ആളുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് വേറൊരു ഇതാണ്. അല്ലാണ്ട് ഫ്രഷ് ആയിട്ടൊരു പേഷ്യന്റ് ഒരു 2 വർഷം 3 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടിയില്ലാന്ന് വരുന്നില്ല. അലോപ്പതി നീട്ടിവലിച്ച് ഇനി ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് വിടുമ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത്. ആളുകൾക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞ സാധനമാണ്. എല്ലാവരും വിശ്വസിക്കുന്നത് ഇപ്പോൾ അത് എന്തുകൊണ്ട് സാഹചര്യം കൊണ്ടാവാം ആദ്യം അലോപ്പതി, അതിനുശേഷമാണ് മറ്റ് ചികിത്സാ രീതികൾ അവർ നോക്കുന്നുള്ളൂ. ഇപ്പോഴും ഇങ്ങനൊരു പ്രശ്നം ആദ്യമായി കാണിക്കുമ്പോൾ, എന്ത് പ്രശ്നമായിക്കോട്ടെ ആദ്യമായി കാണിക്കുമ്പോൾ ഒരു 90% ആൾക്കാർ ആദ്യം പോകുന്ന അലോപ്പതിയിലേക്കാണ്. അലോപ്പതിയെ വിശ്വസിക്കരുതെന്നല്ല പറയുന്നത്, അതും ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ ഒരു വിശ്വാസം ആയുർവേദത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. അതെന്തുകൊണ്ടായിരിക്കും?
അതല്ല, ഇപ്പോൾ കഷായങ്ങളും മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെതായ പഥ്യങ്ങളും ചിട്ടകളൊക്കെ ഉണ്ട്. അതാകുമ്പോൾ നമുക്കൊരു ഗുളിക എടുത്ത് കഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് തീർന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം IVF പോലും കഴിഞ്ഞ ആളുകളെ എന്നിലേക്ക് വന്നാൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോപ്പതിയുടെ ഏറ്റവും അവസാനത്തെ ചികിത്സയാണ് IVF. അത് കഴിഞ്ഞാൽ അടിവരയിട്ടു. അത് അടിവരയിട്ട ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ പിന്നെ ഞാൻ പറയുന്ന പോലെ കേട്ടോളും. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തു, അവർക്ക് IVF ചെയ്താൽ പെട്ടെന്ന് കുഞ്ഞാവും എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. അതിന് 3 ലക്ഷം 4 ലക്ഷം ആ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കുന്നുണ്ട്. അത് 4-5 തവണ പരാജയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് നമ്മൾ പറയുന്ന അതേ രീതിയിൽ മരുന്ന് കഴിച്ച് പെട്ടെന്ന് സക്സസ് ആവും. കാരണം അവരുടെ എല്ലാം അങ്ങോട്ടുള്ള നോട്ടം നിന്നല്ലോ. പിന്നെ നമ്മുടെ ഈ ചികിത്സയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തോളും അവർ. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിട്ടയായ പഥ്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുക്കണം. അത് ചിട്ടയായ പഥ്യങ്ങൾ. ഇത് പലർക്കും തെറ്റിദ്ധാരണ വെച്ചാൽ നിഷികാന്ത് പാടൂരിൻ്റെ മരുന്നിന് കഠിനമായ പഥ്യമാണ്. ഈ കഠിനമായ പഥ്യം 15 ദിവസമേ ഉള്ളൂ. ഒരു സ്ത്രീക്ക് കഠിനമായ പഥ്യം പറഞ്ഞാൽ ഈ മിനിമം 4 മാസം, മാക്സിമം 1 ഇയർ എന്ന് പറയുമ്പോൾ ഈ 1 ഇയർ പഥ്യമൊന്നുമില്ല. തുടക്കത്തിലുള്ള 14 ദിവസത്തെ പഥ്യം, ആ പഥ്യം കഠിനമാണ്. അത് കഴിഞ്ഞാൽ മാസത്തിൽ 4 ദിവസമേ ഉള്ളൂ. ഈ 4 ദിവസം മാത്രമേ പഥ്യം പാലിക്കേണ്ട ആവശ്യം. ബാക്കിയുള്ള ദിവസങ്ങൾ അവർ സാധാരണ ഭക്ഷണം കഴിക്കാം, സാധാരണ ഇതാകാം. പക്ഷെ പൊതുവേ ഒരു സംസാരം വെച്ചാൽ നിഷികാന്തിൻ്റെ ചികിത്സയ്ക്കാണ് പോകുന്നത്. എന്നാൽ ഒരു കളി കളിക്കും നിങ്ങൾ. എന്താ കഠിനമായ പഥ്യമാണ്. ഈ കഠിനമായ പഥ്യം ആളുകൾ പറഞ്ഞുള്ളതാണ്. ഈ കഠിനമായ പഥ്യം വെറും 15 ദിവസത്തേക്കേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, വർഷങ്ങളായിട്ട് ഇതിനെക്കാട്ടിയും പല കഷ്ടതയും ഇതൊക്കെ നേരിടുന്നവർക്ക് ഒരു 15 ദിവസം എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം അല്ലേ? തീർച്ചയായിട്ടും. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിനാണ്. സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ. സ്വന്തം വീട്ടിലിരുന്ന് ഞങ്ങൾ പറയുന്ന രീതിയിൽ കഴിക്കാവുന്ന മരുന്നാണ്. അതിനിപ്പോൾ ഹോസ്പിറ്റലോ അവിടെ വന്നിട്ട് താമസിക്കാൻ 5000 10,000 വാടകയോ അതൊന്നും വേണ്ട. ഈ 850 ആദ്യത്തെ മാസത്തേക്കുള്ള 3500 താഴെയുള്ള 3200 മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്നു. അതിനുശേഷം മാസമുള്ള മെഡിസിൻ സ്വന്തം വീട്ടിലിരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കാവുന്ന മെഡിസിൻ. ഈ നമുക്ക് ഇവിടെ വരുന്നവർക്ക് ടെസ്റ്റ് റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ? അത് എന്തൊക്കെയാണ് കൊണ്ടുവരണ്ടേ? അല്ലെ, ടെസ്റ്റ് റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തിട്ടല്ല ഈ പാരമ്പര്യ ചികിത്സ ചെയ്യുന്നത്. 9 തലമുറ മുമ്പുള്ള ചികിത്സാ രീതിയാണിത്. അപ്പോൾ അന്ന് എക്സ്റേ സ്കാനിങ്ങോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അന്ന് കണ്ടുപിടിച്ച മരുന്ന് പ്രകാരം സ്ത്രീക്കും ഒരു സ്റ്റെപ്പ് മരുന്ന്, പുരുഷനും ഒരേ സമയത്ത് മരുന്ന് കഴിക്കുക, പ്രഗ്നൻ്റ് ആവുക എന്നുള്ളതാണ്. അതിൽ മെയിനായിട്ടുള്ളത് ഗർഭാശയ ശുദ്ധിക്കുള്ള മെഡിസിനും അണ്ടത്തിന് ക്വാളിറ്റി കൂടാനുള്ള മെഡിസിനാണ് സ്ത്രീക്ക് കൊടുക്കുക. പുരുഷന് കൗണ്ടും മോട്ടിലിറ്റിയും കൂടാനുള്ള മെഡിസിനാണ്. ഇതുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുണ്ടാവും. വൈദ്യരെ, ഇപ്പോൾ കുറച്ച് ദൂരെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഓൺലൈനാണല്ലോ, എല്ലാം ഓൺലൈനിൽ കൂടിയാണ്. അപ്പോൾ ദൂരെയുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴി നമുക്ക് മെഡിസിൻ മേടിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഓൺലൈൻ വഴി നമ്മൾ മരുന്ന് അയച്ചു കൊടുക്കുകയോ ഓൺലൈൻ വഴി ചികിത്സിക്കുകയോ ചെയ്യുന്നില്ല. ഇതൊരു പരമ്പരാഗത ചികിത്സാ രീതി ആയതുകൊണ്ട് ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം ഏറ്റവും ചെലവ് കുറഞ്ഞ ചികിത്സാ രീതിയും റിസൾട്ട് കൂടുതലുള്ള ചികിത്സാ രീതി ആയതുകൊണ്ട് ഇത് ഓൺലൈനിൽ വിളിക്കുന്നവൻ വിൽപ്പനക്കാരനാണോ രോഗിയാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നേരിൽ വന്ന് ഒരു തവണയെങ്കിലും നേരിൽ വന്ന് നമ്മൾക്ക് അവർ രോഗിയാണെന്നും അവർ മരുന്നാണ് വന്നതെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതൊരു സേവനം എന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് ഇത് ആരെങ്കിലും എവിടെന്നെങ്കിലും ഫോൺ ചെയ്ത് വിളിച്ച് മണി ഓർഡർ അയച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കുന്ന മരുന്നായിട്ട് ഞങ്ങളത് കൊടുക്കാൻ തയ്യാറല്ല. ഒരിക്കലും കൊടുക്കില്ല. അത് കാരണം അത് വിൽപ്പനയ്ക്ക് ചിലപ്പോൾ കൊണ്ടുപോകും. നമ്മളുടെ നിന്ന് വാങ്ങിക്കുന്ന ഈ ചുരുങ്ങിയ ചിലവുള്ളത് വെച്ച് വേറെ ഹോസ്പിറ്റലുകാരോ അല്ലെങ്കിൽ വൈദ്യന്മാരായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല ഇതായിരിക്കും. അപ്പോൾ അവരത് വിൽപ്പന ചരക്കാക്കി മാറ്റുകയോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പാരമ്പര്യമായിട്ടുള്ള ഞങ്ങളുടെ തലയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അതിനെക്കാളും നല്ലത് പേഷ്യൻസ് ആവശ്യക്കാരൻ നേരിൽ വന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ രോഗികൾക്ക്. ഈ ലക്ഷദ്വീപ് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് പാർസൽ, ഈ ലക്ഷദ്വീപിൽ നിന്ന് വരുന്നവർ വൺ ടൈം വന്ന ആളുകളായിരിക്കും. അതായത് നമ്മൾക്ക് കൂടുതൽ ട്രാവലിംഗ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാറൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് എപ്പോഴും ഫ്ലൈറ്റ് കിട്ടണമെന്നില്ല, വരാനുള്ള സാഹചര്യങ്ങളില്ല. വന്നാൽ തന്നെ പലരും ഇവിടെ ആഴ്ചകളോളം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ വൺ ടൈം നമ്മളെ വന്ന് കാണുന്നു, ആദ്യത്തെ തവണ നമ്മളെ വന്ന് കാണുന്നു, പരിചയപ്പെടുന്നു, നമുക്ക് ഒരു പേഷ്യൻ്റ് ആണെന്ന് നമുക്ക് അറിയുന്നു, പിന്നെ നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ചികിത്സ ഒരു പ്രകൃതിക്ഷോഭം കൊണ്ട് എന്തുകൊണ്ടെങ്കിലും അവരുടെ ചികിത്സ മുടങ്ങി അതിന്റെ ശാപം നമുക്ക് വേണ്ടല്ലോ. അവർ ഒരുപാട് പ്രതീക്ഷകളോടിയിട്ടാണ് നമ്മളെ കാണാൻ വരുന്നത്. പിന്നെ അവർക്ക് ഇങ്ങോട്ട് വന്ന് സെക്കൻഡ് ട്രിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ ചികിത്സ മിനിമം 4 മാസം മാക്സിമം 1 ഇയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ദൂരെയുള്ളവർക്ക് 4 മാസത്തേക്ക് കൊടുക്കുള്ളൂ.
നമ്മൾ 10 മാസത്തെ 12 മാസത്തെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മരുന്ന് ചിലപ്പോൾ പെട്ടെന്ന് കൺസീവ് ആയി കഴിഞ്ഞാൽ അത്രയും മരുന്ന് വേസ്റ്റ് ആവും. അതുകൊണ്ട് അപ്പം നമ്മൾ വിദേശത്തുള്ളവർക്ക് നമുക്ക് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു വർഷത്തേക്ക് 12,000 രൂപയുടെ ഉള്ളിലെ മരുന്നിൻ്റെ ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അവർ ഒരുമിച്ച് കൊണ്ടുപോകും. ഒരു മാസം കൊണ്ട് ശരിയായാലും അവർക്കത് വിഷയമല്ല. കാരണം അവർക്ക് അവിടെ അത്രയും ദൂരം വരാൻ കഴിയാത്തതുകൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷമാണല്ലോ മരുന്ന് വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ അവർക്ക് അത് നഷ്ടങ്ങളായിട്ട് കണക്കാക്കൂല. ഓക്കെ, പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്കൊക്കെ പോയിട്ട് ഇവർക്ക് മാനസികമായിട്ടും വിഷമത്തിലൊക്കെ ഇരിക്കുന്ന പല ദമ്പതിമാരും ഉണ്ടാവും. അവർക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് റിസൾട്ട് ഇല്ലാണ്ടാവുമ്പോൾ അവർ ഭയങ്കരമായിട്ട് താഴത്തേക്ക് പോവുക. ഇപ്പം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറയുമോ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്കിത് പറ്റുന്നതല്ല എന്ന് നമ്മൾ തുറന്ന് പറയുമോ? അല്ല, പറ്റുന്നതും പറ്റാത്തതും നിശ്ചയിക്കുന്നത് ദൈവമാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഈ നമ്മൾ കൊടുക്കുന്ന ചികിത്സ അവർക്ക് ഫലിച്ചില്ലെങ്കിലും അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക നഷ്ടമോ സൈഡ് എഫക്റ്റോ ഉണ്ടാവുന്നില്ല എന്നതുകൊണ്ട് നമ്മൾക്ക് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരു പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ അവർക്ക് സാമ്പത്തിക നഷ്ടം വരുന്നില്ല, അവർക്ക് ശാരീരികമായ പ്രശ്നങ്ങളില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു പരീക്ഷണം നടത്തിക്കൂടാ? ആ പരീക്ഷണം വിജയിച്ചാൽ അവർക്ക് കിട്ടാവുന്നത് വലിയൊരു ജീവിതമാണ്. കാരണം പല ചികിത്സകളും പരിപൂർണമായും പരാജയപ്പെട്ട് ഇവിടെ എത്തുന്നവർക്ക് ഇനി അടുത്തത് എന്ത് എന്ന ചോദ്യവുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 4 വർഷമോ 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷമായ ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ദമ്പതികൾക്ക് നമ്മുടെ ആൽബത്തിലുള്ള 22 വർഷം കഴിഞ്ഞവരും 26 വർഷം കഴിഞ്ഞവരുടെയും അതുപോലെ തന്നെ IVF ഒരു പ്രാവശ്യം കഴിഞ്ഞവരാക്കി നമ്മുടെ അടുത്ത് വരും. 5 തവണ IVF പരാജയപ്പെട്ടവർക്ക് ആയിട്ടുള്ള ആളുകളുടെ ഈ റിസൾട്ട് കാണുമ്പോൾ തീർച്ചയായും അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ പറഞ്ഞ നടത്തിയ ചികിത്സകളോ ഇതുവരെ ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇനി പുതിയൊരു ചികിത്സാ രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്നും അത് കൃത്യമായി പറയുന്ന രീതിയിൽ തുടങ്ങണമെന്നും അങ്ങനെ തുടർന്നു പോയത് കൊണ്ടാണ് ഈ കാണുന്ന ആയിരക്കണക്കിന് ദമ്പതികൾ ഇവിടെ കുഞ്ഞുങ്ങളായി വന്നിട്ടുള്ള ഈ ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇവരിൽ ഒരാളാവാൻ നിങ്ങൾക്കും കഴിയും. ആ ഒരു പ്രതീക്ഷയിലാണ് അവർ മരുന്ന് കഴിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് ആൽബങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. തെളിവുകളായിട്ട് ആയിരക്കണക്കിന് ദമ്പതികളുടെ സന്തോഷത്തോടുള്ള കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുള്ള ഫോട്ടോസ് ഞാൻ അതിലൊരാളാവാൻ അവരും കൊതിക്കുന്നുണ്ടാവുമല്ലോ. തീർച്ചയായും അപ്പോൾ അവർ ഈ ചികിത്സയ്ക്ക് തയ്യാറാവും. ഈ ചികിത്സ കൊണ്ട് അവർക്ക് വേറെ നഷ്ടങ്ങളോ ഒന്നുമില്ല. സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നില്ല, ശാരീരികമായ പ്രയാസങ്ങൾ വരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കാവുന്നുള്ളൂ. പക്ഷേ 45 വയസ്സിന് ശേഷം വരുന്ന സ്ത്രീകളെ ഞങ്ങൾ എടുക്കാറില്ല, ചികിത്സയ്ക്ക് എടുക്കാറില്ല. അതാ ചോദിക്കാൻ പോകുന്നത്, എത്ര ഏജ് വരെയുണ്ട് നമുക്ക് ലിമിറ്റ്? നമ്മൾ 45 വയസ്സ് വരെയാണ് ഞങ്ങൾ ചികിത്സ കൊടുക്കാറുള്ളൂ. പിന്നെ ഞങ്ങളുടെ ചികിത്സയിൽ കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾക്ക് 40 വയസ്സിൽ കുഞ്ഞുങ്ങളായിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ട്രിപ്പിന് അവർ ഒരു പ്രസവം കഴിഞ്ഞവർക്ക് 45 വയസ്സിലും ആയിട്ടുണ്ട്. അതായത് 45 വയസ്സിലാണ് ആദ്യമായിട്ട് ഒരു പേഷ്യന്റ് വരുന്നെങ്കിൽ ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം അവരുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചിരിക്കുന്ന ഒരാളെ വീണ്ടും കുറേ പ്രതീക്ഷകൾ കൊടുത്ത് വീണ്ടും വിഷമത്തിലേക്ക് തള്ളിവിടുന്നത് അർത്ഥമില്ലല്ലോ. അവരതൊരു പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കഴിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. ഓക്കെ, ഈ നമുക്ക് മെഡിസിൻസ് ഇപ്പോൾ ഇവിടെ പശുവും എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പാലായിട്ടാണെങ്കിലും എല്ലാം ഇവിടെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ചെടികളാണെങ്കിൽ തന്നെ ഇപ്പോൾ ആയുർവേദ ചെടികളെല്ലാം നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇതിൽ അമ്മയുടെ ഒരു മേൽനോട്ടം ഉണ്ടോ? തീർച്ചയായിട്ടും. മരുന്ന് നിർമ്മാണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അമ്മയുടെ കയ്യിൽ തന്നെയാണ്. അവിടെ നിന്നാണ് അമ്മയിൽ നിന്നാണ് ഞാൻ ഈ വൈദ്യം സ്വായത്തമാക്കിയത്. പക്ഷെ മരുന്ന് നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അമ്മ തന്നെയാണ്, ഇപ്പോഴും അമ്മ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത്രയും ചെലവ് ചുരുങ്ങിയിട്ട് ചികിത്സിക്കാൻ പറ്റുന്നതും സ്വന്തമായി ഔഷധത്തോട്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ ഇത്രയും ബാധ്യതകൾ ഈ വരുന്ന പേഷ്യൻറ്റിൻ്റെ തലയിൽ അടിച്ചു വയ്ക്കേണ്ടി വരും നമ്മൾ ഈ മരുന്നിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഔഷധത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പ്യുവറായിട്ടുള്ള മെഡിസിനാണ്. കാരണം ഔഷധത്തോട്ടത്തെ കാടിൻ്റെ പ്രതീതിയിൽ വളർത്തിയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കലും വളം ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നും അല്ല. പ്രതികൂലവും അനുകൂലമായ സാഹചര്യങ്ങൾ അത് വളരണം. അതായത് അനുകൂലമായ സാഹചര്യങ്ങൾ വളരും, പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത ചെടികൾ വളരും. അപ്പോഴാണ് അതിൻ്റേതായ ആയുർവേദത്തിൻ്റെ ഗുണം കിട്ടുള്ളൂ, ചെടികൾക്ക് മരുന്നിൻ്റെതായ ഗുണം കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ജൈവ രീതിയിൽ നമ്മൾ ഏതെങ്കിലും വളങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ അത് വലിച്ചെടുത്ത് അത് വളരുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇലകൾക്കോ അല്ല വേരിനോ അല്ല കായകൾക്കോ ഔഷധ ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് പശുക്കളുടെ കാര്യം. ഞങ്ങൾ ഈ പശുക്കളുടെ വളർത്തുന്ന അതിൻ്റെ ഗോമൂത്രവും മറ്റുള്ള പാലുൽപ്പന്നങ്ങളൊക്കെ മരുന്നിന് ഉപയോഗിക്കുമ്പോൾ നമ്മളത് ഈ തൊടിയിലെ ഔഷധ ചെടികളെല്ലാം തിന്ന് മേഞ്ഞ് നടക്കുന്ന പശുക്കളാണ് നമ്മുടെ പശുക്കൾ. അപ്പോൾ അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ടാവും. അല്ലാതെ കാലിത്തീറ്റ ഒരിക്കലും എൻ്റെ പശുക്കൾ ഇതുവരെ
കഴിച്ചിട്ടില്ല. ഈ ആയുർവേദ മരുന്നുകൾ ഇതൊക്കെ തന്നെ ചെടികളും പുല്ലും നമ്മുടെ തേങ്ങാ ഓർഗാനിക് ആയിട്ടുള്ള അതൊക്കെ ആയിട്ട് ആണ് നമ്മുടെ ഭക്ഷണം. ഇപ്പോഴും ഒരു മായവും കലർത്താതെ ഈ ഒരു കാലഘട്ടത്തിലും വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ കണ്ണിയാവുമ്പോൾ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കൂടുതലാണ്. തീർച്ചയായിട്ടും. അതായത് പെട്ടെന്ന് അവസാനിക്കും. 9 തലമുറയുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ചെറിയൊരു കാലയളവല്ല. ആ പാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ഒരുപാട് ചിട്ടകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം തലമുറകൾ കൈമാറി വന്ന ഈ ഇത് എന്നിൽ അവസാനിക്കാൻ പാടില്ല. കാരണം ഏതോ തലമുറയിൽ കണ്ടുപിടിച്ച സാധനം 9ാം തലമുറയിൽ നിഷികാന്ത് പാടൂർ കൊണ്ടത് അവസാനിപ്പിക്കേണ്ടതല്ല. ഇനിയും തലമുറകൾ നീണ്ടുപോയി മറ്റുള്ള ഇനിയും വരുന്ന തലമുറകൾക്ക് അത് പ്രയോജനപ്പെടണം എന്നുള്ള രീതിയിലാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസ് പല തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ 2000-ഓളം പേരെ ചികിത്സിച്ച് ഭേദമാക്കി എന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ, ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുണ്ടാവും. മരുന്നുകൊണ്ട് മാറുന്നതും മനസ്സുകൊണ്ട് മാറുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും അറിയില്ല. ഇപ്പോൾ വൈദ്യരിപ്പോൾ നേരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു കുട്ടി ഉണ്ടാവാതിരിക്കാനുള്ള? ഇത് മെയിനായിട്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ എന്തും ഗൂഗിളിൽ നോക്കിയിട്ട് പഠിക്കുന്നൊരു കാലഘട്ടമാണ്. സെക്സ് വരെ അവർ ഗൂഗിളിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ആരെങ്കിലൊക്കെ ഉണ്ടാക്കി വിട്ട വീഡിയോകളും അതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ. ആ അറിവുകൾ തെറ്റാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടും പിന്നെ ഏത് സമയത്ത് ശാരീരികമായി ബന്ധപ്പെട്ട ആളാണ് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പോലും അറിയാത്ത ദമ്പതികളുണ്ട്. കാരണം ഓവുലേഷൻ സമയത്ത് ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. അത് ഏത് ജീവിക്കും അങ്ങനെ തന്നെയാണ്, എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് എപ്പോഴാണെന്നും പോലും അവർക്ക് അറിയില്ല, അതിൻ്റെ രീതികൾ അറിയില്ല. അപ്പം നമ്മൾ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം അവർക്ക് ഈ ശാരീരിക ബന്ധപ്പെടേണ്ട ദിവസങ്ങളും സമയങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വൈദ്യനെന്ന നിലയ്ക്ക് എനിക്ക് കടക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ അത് തെറ്റിച്ചും വരുന്ന ആളുകളുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. അവർ എവിടെയും ജോലിയിലായിരിക്കും, മരുന്ന് കഴിക്കും, കോയമ്പത്തൂരാണെന്നോ ബാംഗ്ലൂരാണോ, എന്നിട്ട് മാസം അവർ വരും. അവർ വിചാരം മാസത്തിൽ ഈ 30 ദിവസത്തോളം എപ്പോഴെങ്കിലും വന്നിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ പറയുക. അപ്പോൾ അവർക്ക് ലീവ് കിട്ടുമ്പോൾ ശനി ഞായറും വെച്ചിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ വരുന്ന സമയത്ത് കൂടെ ഓവുലേഷൻ നടന്നാലല്ലേ ശാരീരികമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. അതുപോലും അറിയാത്ത ആളുകൾ രോഗികളായിട്ട് ഇവിടെ വരാറുണ്ട് എന്നുള്ളതാണ് സത്യം. വരുന്നുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ ഇതിനൊരു അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മൾ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ശാരീരിക ബന്ധം വേണമെങ്കിലും വ്യക്തമായിട്ടുള്ള രണ്ടുപേർക്കൊരു ധാരണ ആദ്യം ഉണ്ടാക്കണം. ഒരു കുഞ്ഞ് ഉണ്ടാവുന്നതിന് മുമ്പ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാവണം. അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പുകളും വേണം. ചിലവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. 1-2 പേരുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അബോർഷനാക്കി കളഞ്ഞിട്ട് പിന്നീട് ജോലി കിട്ടിയ ശേഷം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ധാരാളം പേരെ എനിക്കറിയാം. അതായത് കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് ഗർഭിണിയായി. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് കുഞ്ഞു വേണ്ട, നിൻ്റെ പഠനം കഴിയട്ടെ, നിനക്കൊരു ജോലിയാവട്ടെ, എനിക്ക് വിദേശത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഞാനൊരു ജോലി സമ്പാദിക്കും, എന്നിട്ട് നമ്മൾക്ക് സ്വസ്ഥമായ സമയത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് ഒരു കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് പറയുന്ന ബുദ്ധിശൂന്യത കാണിക്കുന്ന ഒരുപാട് അറിവ്, അതായത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇത്തരം ബുദ്ധിശൂന്യത കാണിക്കുന്ന ധാരാളം ദമ്പതികളെ എനിക്കറിയാം. പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുമില്ല. അതൊരു ശാപം പോലെയാണ് അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ നമ്മൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം, അത് എന്ത് വസ്തു ആയിക്കോട്ടെ, കുട്ടി ആയിക്കോട്ടെ, ഏത് സാധനമാണെങ്കിലും പിന്നെ വേണം എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന സാധനമായിരിക്കണം. ഇപ്പോൾ ശ്രീക്ക് ഒരു കാറ് മേടിക്കണം, കാർ ഇപ്പോൾ മേടിക്കുന്നില്ല, ഞാൻ അടുത്ത മാസമാണെന്ന് പറഞ്ഞാൽ അടുത്ത മാസം പോയാലും ശ്രീക്ക് കാറ് കിട്ടും. ശ്രീക്ക് ഒരു വീട് കെട്ടണമെങ്കിൽ ഇപ്പോൾ ഞാൻ കിട്ടുന്നില്ല, ഞാൻ അടുത്ത വർഷം കെട്ടണമെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പൈസ ഇല്ലെങ്കിൽ കെട്ടാം. പക്ഷേ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അത് ദൈവനിശ്ചയം കൂടിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് അപ്പോൾ മതി കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുഞ്ഞുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഈ അബോർഷനാക്കി കളഞ്ഞിട്ടുള്ള 99% പേർക്കും പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് എന്തോ ഒരു പ്രശ്നം എനിക്കറിയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക, അല്ലാതെ ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം തന്ന ഒരു ഭ്രൂണത്തെ സ്വയം ഇല്ലാതാക്കിയതിൻ്റെ ശാപമാണ് ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ കേസുകൾ ഒരുപാട് 1-2 പേര് അല്ല, വലിയ രീതിയിൽ വലിയ വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ആളുകളിലാണ് ഇത് കാണുന്നത്. സാധാരണക്കാർക്ക് കല്യാണം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. ഇവരതല്ല, ഇവർ ബിടെക് കഴിയണം, പിന്നെ എംടെക് കഴിയണം, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് റഷ്യയിൽ പോകണം അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണം, അവിടെ ജോലി കിട്ടണം,
അത് കഴിഞ്ഞിട്ട് ഭർത്താവ് വേണം, എന്നിട്ട് ഒരു വീട് കെട്ടണം, കാറ് മേടിക്കണം. അതിന് ശേഷം നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും ഈ കുഞ്ഞെന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് എപ്പോൾ കിട്ടുന്നോ അത് അപ്പോൾ കൈനീട്ടി വാങ്ങിക്കാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഇത്തരം അപകടം പറ്റിയിട്ടുള്ള, അതായത് ഇത്തരം ബുദ്ധിമോശം കാണിച്ചിട്ടുള്ള ആളുകൾക്ക് പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ ഈ മരുന്ന് തുടരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എപ്പോൾ ഗർഭിണി ആയോ അന്ന് മുതൽക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം. അതുവരെ നമുക്ക് ഇവിടെ ഗർഭിണി ആവുന്നവരെയുള്ള ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കാവുന്നത് ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യം വയ്ക്കാനുള്ള ആയുർവേദ മെഡിസിൻസുകളുണ്ട്. അത് എൻ്റെ പൊന്നമ്പൂശ്ശേരി ചികിത്സാലയത്തിലെ മെഡിസിൻ അല്ല, ആയുർവേദ മെഡിസിൻ ഉണ്ട്. അത് പരമ്പരാഗതമായിട്ടുള്ള മഹാകല്യാണകൃതം പോലത്തെ മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കാൻ കൊടുക്കും കുട്ടികളിൽ. പിന്നെ പ്രസവത്തിന് ശേഷം പ്രസവരക്ഷാ മരുന്നുകൾ എന്ന് പറയും. നമ്മൾ പണ്ട് മുതൽക്ക് കൊടുക്കുന്ന ലേഹ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മർമ്മ കഷായം, അതുപോലെ തന്നെ പൂങ്കല ലേഹ്യം, അങ്ങനെയുള്ള ലേഹ്യങ്ങളൊക്കെ ആയുർവേദത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യത്തിനും, അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കുഞ്ഞിന് പാല് കിട്ടുള്ളൂ, കുഞ്ഞിനും ആരോഗ്യം ഉണ്ടാവുള്ളൂ. നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള അമ്മയുടെ പാല് കുടിച്ചാലേ ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുള്ളൂ. അപ്പോൾ അമ്മയുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള ചികിത്സകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ചികിത്സാ സമയങ്ങളും ഇതെല്ലാം എങ്ങനെയാണ്? ഇവിടെ 3 ദിവസം മാത്രം നോക്കുന്നുള്ളൂ. തിങ്കൾ, ബുധൻ, ശനി, ഈ 3 ദിവസം മാത്രമാണ് രോഗികളെ പരിശോധിക്കുന്നുള്ളൂ, മരുന്ന് കൊടുക്കുന്നുള്ളൂ. അത് 9 മണി മുതൽ 2 മണി വരെയാണ്. അത് നീണ്ടുപോയാലും അത് നോക്കി വന്നവരെല്ലാവരെയും നമ്മൾ നോക്കി വിടാറുണ്ട്. ബാക്കി ദിവസങ്ങളിൽ നമ്മൾക്ക് മരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ള സമയമായിട്ടാണ് കണക്കാക്കുക. ബാക്കി മരുന്ന് ശേഖരണവും മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് മറ്റു ദിവസങ്ങൾ ഇതാകും. കാരണം ഇതൊരു എമർജൻസി രോഗമല്ലല്ലോ. വന്ധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെയോ അല്ലെങ്കിൽ പോലെയോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഈ ശനിയാഴ്ച വന്നില്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച വന്നാലും കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും അവർക്ക് രോഗികൾക്ക് ഉണ്ടാവുന്നില്ലല്ലോ. ഇത് ഇങ്ങനൊരു നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് കാണുന്ന പക്ഷം അടുത്ത ദിവസം തൊട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെങ്കിൽ അത്ര നല്ലതാണല്ലേ വെച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി? അതെ, കഴിയുന്നതും കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങൾ തുടരുന്നതിനിടയിൽ 1 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലെങ്കിൽ നമ്മൾ ഒരു വന്ധ്യതയുടെ ഒരു ലക്ഷണം നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് സ്വയം ബോധ്യപ്പെടേണ്ട സമയമാണ്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇതിന് ആദ്യം പോകുന്നത് അലോപ്പതിക്കാണ്. അലോപ്പതി ശാസ്ത്രം തെറ്റാണെന്ന് പറയുന്നില്ല. നമ്മൾക്കും ഓരോ വ്യക്തിക്കും അലോപ്പതി അത്യാവശ്യം തന്നെയാണ്. ഏത് അപകടഘട്ടങ്ങളിലും നമ്മൾക്ക് അലോപ്പതിയെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു വൈദ്യശാസ്ത്രവും ചെറുതല്ല. ഒരു ശാസ്ത്രത്തിനെ നമ്മൾ ചെറുതാക്കി കാണാനും തയ്യാറല്ല. നാളെ നമ്മൾക്കും അതേ ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ പോയിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ ഈ വന്ധ്യത പോലത്തെ ഇതിന് ഏറ്റവും കൂടുതൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ ആയുർവേദത്തിൽ ആദ്യം നോക്കി ഇത്തരം ഞങ്ങളുടെ ഇതുപോലെയുള്ള വൈദ്യ ചികിത്സകൾ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായ നഷ്ടമോ ശാരീരികമായുള്ള പ്രയാസങ്ങളോ ഇല്ലാതെ കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധിക്കും. നമ്മുടെ പാരമ്പര്യ ചികിത്സാ രീതി ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലറിൽ ഉണ്ടായിരുന്നു. ഇത് മുമ്പോട്ട് പോകുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഇതിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പാരമ്പര്യം ഇല്ലാത്തവരും പാരമ്പര്യ വൈദ്യന്മാരായി വന്നതുകൊണ്ടാണ്. ഈ പാരമ്പര്യത്തിൻ്റെ ഇടയിൽ മന്ത്രവാദവും പിന്നെ വേണ്ടാത്ത ആഭിചാരക്രിയകളൊക്കെ നടത്തി ഈ പാരമ്പര്യ വൈദ്യൻ എന്നതിനപ്പുറത്ത് ജനങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുകയും അവരുടെ മാനസിക നില തെറ്റിക്കുകയും അങ്ങനെ നമ്മൾ പേപ്പറിലൊക്കെ വാർത്ത കേൾക്കാറില്ലേ, അതുപോലെ ദുരുപയോഗം ചെയ്യുക, സമൂഹത്തെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നില്ല. അത് യഥാർത്ഥ പാരമ്പര്യ വൈദ്യന്മാരല്ല. ഈ ഓരോ സംഘടനകളിലും വലിഞ്ഞു കയറി വന്ന് സംഘടനയുടെ പാരമ്പര്യ വൈദ്യ സംഘടനകളിൽ കയറി വൈദ്യന്മാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പം എന്നെപ്പോലുള്ള ആൾക്ക് പാരമ്പര്യ വൈദ്യനെ തെളിയിക്കണമെങ്കിൽ 100-125 വർഷത്തെ മുമ്പുള്ള റെക്കോർഡുകളുണ്ട്. ആധാരങ്ങളോ അല്ല പണ്ടത്തെ ആധാരങ്ങളോ ഇന്ന വൈദ്യരുടെ മകൻ ഇന്ന വൈദ്യർ എന്ന് പറഞ്ഞിട്ട് പൊന്നമ്പൂശ്ശേരി ചികിത്സാലയത്തിനെ കുറിച്ചിട്ട് 1939 എൻ്റെ മുത്തശ്ശന് മദ്രാസ് രജിസ്ട്രേഷനുള്ള വൈദ്യനായിരുന്നു. അന്ന് കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ ഇളയരാജര കൊട്ടാരത്തിൽ നിന്ന് വിഷചികിത്സയ്ക്കുള്ള അനുവാദമൊക്കെ കിട്ടിയിട്ടുള്ള മുത്തശ്ശൻ, അതിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾ ഇപ്പോഴും അതുപോലെ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും അതൊരു വലിയൊരു രീതിയിൽ നമ്മൾ അത് ഇതാക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഡൗട്ടാണ്, ഇവിടെ നമുക്ക് വിഷചികിത്സയുണ്ടോ? ഇല്ല, ഇപ്പോൾ വിഷചികിത്സ വൈദ്യന്മാരധികം ചെയ്യുന്നില്ല. കാരണം അതൊരു ഞാണിന്മേൽ കളിയാണ്. പണ്ട് വിഷവൈദ്യം ചികിത്സിച്ചത് വൈദ്യന്മാർ തന്നെ ആയിരുന്നു. ഇപ്പോൾ വിഷവൈദ്യം ചികിത്സിച്ച് ആൾക്ക് രക്ഷപ്പെട്ടാൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ആള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ചീത്തപ്പേരോ. വേറെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രശസ്തനാവെന്ന് പറയാൻ പറ്റില്ല. പ്രശസ്തിയും കുപ്രസിദ്ധിയുണ്ട്, രണ്ടുമുണ്ട്. ഏതാ എപ്പോഴാണ് കിട്ടുക പറയാൻ പറ്റില്ല. പ്രശസ്തി പെട്ടെന്ന് വരില്ല, പ്രശസ്തനാകാൻ ബുദ്ധിമുട്ടാണ്. കുപ്രസിദ്ധി പറഞ്ഞ ഒരു ദിവസം 1 മണിക്കൂർ കൊണ്ട് സംഭവിക്കുന്ന കാര്യം, സെക്കൻഡ് മതി കുപ്രസിദ്ധി വരാൻ. ജനങ്ങൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. അത് നമ്മൾ കാലങ്ങളും തലമുറകളുമായിട്ട് ഇങ്ങനെ, ഇപ്പോൾ എന്നെ 4 ആൾ അറിയുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 51 വയസ്സായി, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രയത്നങ്ങളും പ്ലസ് എൻ്റെ പൂർവികർ ചെയ്തിട്ടുള്ള ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മളിപ്പോൾ നിഷികാന്ത് പാടൂരെന്ന വ്യക്തിയെ 10 പേരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നത്. എനിക്ക് കുപ്രസിദ്ധി വേണമെങ്കിൽ എനിക്ക് 1 മണിക്കൂർ കൊണ്ട് സംഭവിക്കാവുന്ന കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എപ്പോഴും ഓരോ അടി വയ്ക്കുമ്പോഴും നമ്മൾ, ഞാനെന്ന വ്യക്തി മാത്രമല്ല, എനിക്ക് പിന്നിലുള്ള പാരമ്പര്യത്തെ കൂടിയിട്ട് കണ്ടിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുക. ഈ ഒരു സാധാരണക്കാരന് ഒരു പാരമ്പര്യ ചികിത്സ, ഒരു എന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ പറയുന്നില്ല, എന്നാലും എല്ലാ മേഖലയിലും വ്യാജന്മാരിറങ്ങുന്നുണ്ട്. പലരും അതിൽ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട്, പെട്ടുപോകുന്നുണ്ട്. ഇവരെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അല്ല, ആതുര സേവനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കലല്ല എന്നതാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വർഷത്തിൽ ഇത്ര കോടി രൂപ ടാർഗറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് ചികിത്സിക്കാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യന് ജീവിക്കാനുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പൂർണ്ണ തൃപ്തനാവുകയാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ജനങ്ങളുടെ, ഇപ്പോൾ എൻ്റെ മരുന്നിന് 850 രൂപയാണെങ്കിൽ ഞാൻ 850 മേടിച്ചാൽ മതി. ഇപ്പോൾ നാളെ എനിക്ക് ബെൻസ് മേടിക്കണം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓടി മേടിക്കുന്നുള്ള ആവശ്യത്തിന് വേണ്ടി ഈ പാവം മനുഷ്യൻ്റെ 850 കൊണ്ടിട്ട് 8500 ആക്കിയിട്ട് കാര്യമില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഒരു വൈദ്യനാണെങ്കിലും ആരാണെങ്കിലും അവൻ്റെ സ്വപ്നങ്ങളെ വലുതാക്കണമെങ്കിൽ നമ്മൾ അപ്പുറത്തുനിന്ന് പാവപ്പെട്ടവന് ചൂഷണം ചെയ്യണം. ഒരു രോഗിയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഒരു രോഗി എന്ന് പറഞ്ഞെങ്കിൽ നിസ്സഹായനാണ് എപ്പോഴും രോഗികൾ. അതായത് സമ്പന്നനായി ജീവിക്കാം, അങ്ങനെ ചെയ്താൽ സമ്പന്നനായി ജീവിക്കാം. പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്നത് സമ്പന്നനായിട്ടല്ല ഏറ്റവും കൂടുതൽ ജീവിക്കേണ്ടത്. നമ്മൾ സമ്പന്നത ഇല്ലെങ്കിലും അഭിമാനിയായി ജീവിച്ച് അവസാനിക്കുക എന്നുള്ളതാണ് എന്നെ എൻ്റെ കുടുംബം പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ സമ്പന്നനായി ജീവിക്കുന്നതിനെക്കാട്ടിലും സമൂഹം അഭിമാനിയായി ജീവിക്കുന്ന ഒരാളിനാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഒരു കാര്യം കൂടി, ഇപ്പോൾ 9ാമത്തെ തലമുറയിലെത്തി നിൽക്കുകയാണ്. ഇനിയും മക്കളുണ്ട്, വൈദ്യർക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത തലമുറ നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ? ഇതൊരു പാരമ്പര്യ ചികിത്സ ആയതുകൊണ്ട് ഇത് അടുത്ത ആൾ പഠിച്ചേ പറ്റൂ. ഇതിൽ നേരത്തെ ശ്രീ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നിയമപ്രശ്നങ്ങൾ എന്നെ ബാധിക്കുന്നുണ്ടോന്ന്. നമ്മൾ ഇന്ന് കുറച്ച് നിയമപ്രശ്നങ്ങൾ ഉണ്ട്, എല്ലാ വൈദ്യശാലകൾക്കും നിയമപ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മളെപ്പോലെ പോപ്പുലറായ ഒരു സ്ഥാപനത്തിന് പുറത്തു നിന്ന് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 9 തലമുറ മുമ്പുള്ള ഈ പാരമ്പര്യ ചികിത്സ നമ്മൾക്ക് മാത്രം അറിയുന്ന ചികിത്സാ രീതിയാണ്. ഇതിൻ്റെ ഔഷധങ്ങൾ നിർമ്മിക്കുന്നതും ഔഷധങ്ങൾ ഏതൊക്കെയാണെന്നും അറിയുന്നതും ഈ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ ചോദിക്കും, ഇയാൾക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്താണ് പ്രശ്നമെന്ന്. പറഞ്ഞു കൊടുത്താലുള്ള പ്രശ്നങ്ങളല്ല. ഞാൻ ഇപ്പോൾ 850 രൂപയ്ക്ക് വേണ്ടി ചികിത്സിച്ച് കുടുംബ പാരമ്പര്യത്തിൻ്റെ പിന്തിരിഞ്ഞ് നോക്കി കുടുംബ പാരമ്പര്യത്തിന് കളങ്കപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ 850 രൂപയ്ക്ക് ചികിത്സിക്കുമ്പോൾ ഇത് ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് കുടുംബ പാരമ്പര്യത്തിനല്ല, അവൻ അത് ബിസിനസ്സാക്കി മാറ്റും. ഞാൻ 850 രൂപയ്ക്ക് കൊടുക്കുന്ന ഈ മരുന്ന് അവൻ 8500 കൊടുക്കും, അല്ലെങ്കിൽ 80,000 കൊടുക്കും. അപ്പോൾ ഇത് സാധാരണക്കാരന് പ്രയോജനപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ചികിത്സാ രീതി പോവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇരുത്തിക്കൊണ്ട് ഇതിനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഈ മരുന്ന് പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്തു നിന്ന് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറെ എനിക്ക് കീഴിൽ വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ 2 പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എൻ്റെ ഭാര്യ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ പബ്ലിക് റിലേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു, സാമ്പത്തിക ശാസ്ത്രത്തിൽ MA എക്കണോമിക്സ് ആയിരുന്നു. ആ ഭാര്യയെ കൊണ്ടുവന്ന് കുട്ടികളെല്ലാം സ്കൂളിൽ പോയതിന് ശേഷം, കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം 32ാമത്തെ വയസ്സിൽ ഭാര്യ +2 സയൻസ് ഗ്രൂപ്പിന് പഠിപ്പിച്ചു. വീണ്ടും പഠിപ്പിച്ചു. പഠിക്കാൻ തയ്യാറായി എന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. കാരണം വൈഫിനറിയാം ഇവിടെ വരുന്ന ജനങ്ങൾ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം, സമൂഹത്തിൽ കിട്ടുന്ന ബഹുമാനം, ഈ കുടുംബത്തിൽ ഓരോരുത്തരും കുഞ്ഞുമായിട്ട് വരുമ്പോൾ നമ്മളുടെ അടുത്ത് കിട്ടുന്ന അനുഗ്രഹം, ഇതെല്ലാം നോക്കുമ്പോൾ വേറൊരു തൊഴിലിനേക്കാൾ നല്ലത് ഇതാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം 32ാമത്തെ വയസ്സിൽ പോയി വീണ്ടും സയൻസ് ഗ്രൂപ്പ് എടുത്ത് +2 പാസ്സായി. ആലോചിച്ച് നോക്കണം, 2 പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആളാണ്. എന്നതിന് ശേഷം PNNM പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ ആയുർവേദ മെഡിക്കൽ കോളേജിൽ 5.5 വർഷത്തെ BAMS പഠനം കഴിഞ്ഞ്
ഈ BAMS പഠിക്കുമ്പോൾ അതിന് സംസ്കൃതം വേണം, അത് വേറൊരു സ്ഥലത്ത് പോയി പഠിച്ചു. അങ്ങനെ ഈ BAMS 5.5 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷത്തോളമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷനായിട്ട് എന്നോടൊപ്പം നിയമപ്രശ്നങ്ങൾ മാറി. അപ്പോൾ നമ്മളെപ്പോഴും ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കുറുക്ക് വഴിയിലൂടെയും ഞാൻ എപ്പോഴും പോകാറില്ല. സ്ട്രൈറ്റ് ഫോർവേഡാണ്, ഉള്ള കാര്യങ്ങൾ കൃത്യമായിരിക്കണം, അത് നിയമം ഇതാവണം. അല്ലെങ്കിൽ നാളെ നമ്മളിപ്പോൾ ഒരു കുറുക്ക് വഴിയിൽ പോയി കഴിഞ്ഞാൽ നാളെ നമ്മളത് തിരിച്ചു വന്ന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ലക്ഷ്യം എന്താണെങ്കിലും ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം കൂടിയിട്ട് വൃത്തിയുള്ളതായിരിക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് നമുക്ക് അടുത്ത തലമുറയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 2 മക്കളാണ്, 2 മക്കളുണ്ട്. അതിൽ മൂത്തമകൻ എല്ലാവരും ചോദിക്കാറുണ്ട് അവൻ എന്താണ് MBBSന് പോയതെന്ന്. അവൻ +2 കഴിഞ്ഞ് 42 ദിവസം കൊണ്ട് ക്രാഷ് കോഴ്സിൽ നല്ല റാങ്കോട് കൂടിയിട്ട് അഡ്മിഷൻ നീറ്റ് പാസ്സായി. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBSന് കിട്ടി. തീർച്ചയായിട്ടും അങ്ങോട്ട് പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ മകനുണ്ട്, അവൻ +2 ആണ്. അവൻ ഇപ്പോൾ ആയുർവേദത്തിൽ വരികയാണെങ്കിൽ അതിലേക്ക് ചേർക്കാം. ഭാര്യ ഇപ്പോൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സത്യസന്ധമായിട്ട് പോകുന്നു, സന്തോഷപരമായി പോകുന്നു. എല്ലാം നല്ല രീതിയിൽ തീർച്ചയായും അത് നമ്മൾക്ക് എല്ലാവരും പറയാറുണ്ട്, ഈ ആയിരക്കണക്കിന് ദമ്പതികളുടെ പ്രാർത്ഥന നമ്മൾക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും. എന്തായാലും ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്വന്തം രക്തത്തിൽ ഒരു കുട്ടി എന്നുള്ളത് കിട്ടാതെയാവുന്നത്. ഈ ലക്ഷക്കണക്കിന് രൂപ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് നിരാശരായിരിക്കും ഇവിടെ 1000 രൂപയെ താഴെ വന്ന് ആ ഒരു ചികിത്സിച്ച് ആ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിസിനസ്സായിട്ടല്ല ഒരിക്കലും ആളുകൾ കാണുക. ഈ 1000 രൂപ ആയതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ അങ്ങോട്ട് വരാത്തത്. അതെ, അതൊരു കാര്യം തന്നെയാണ്. അവരുടെ മനസ്സിൽ ഞാൻ അവിടെ 15 ലക്ഷം രൂപ ചെലവാക്കി, 4 തവണ IVF ചെയ്തു, എന്നിട്ട് നിഷികാന്ത് പാടൂരിൻ്റെ അടുത്ത് പോയിട്ട് 1000 രൂപയ്ക്ക് മരുന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങളാവുമെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പറ്റും? അഥവാ നിഷികാന്ത് പാടൂരിൻ്റെ ചികിത്സയിൽ 1000 രൂപയാണെങ്കിൽ കുഞ്ഞുങ്ങളാവുന്നുണ്ടെങ്കിൽ അയാൾ അതിന് 10,000 ലക്ഷം ആക്കില്ലേ? ആ ചിന്തയാണ് ഇങ്ങോട്ട് പേഷ്യൻസിന് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര പാവപ്പെട്ടവനും ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ലെന്നും എൻ്റെ കുടുംബത്തിന് കിട്ടിയിട്ടുള്ള ഈ അറിവ് അല്ലെങ്കിൽ ഈ അനുഗ്രഹം മറ്റുള്ളവന് ഏറ്റവും നല്ല രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ കിട്ടുകയും അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ ജനങ്ങൾ ഈ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. ഇത്രയും 850 രൂപയ്ക്ക് കുട്ടികളുണ്ടാവാനുള്ള ചികിത്സ നടത്തുന്നു എന്നുള്ളത്. എന്തായാലും ആ തെറ്റിദ്ധാരണയൊക്കെ നമ്മുടെ ഇന്റർവ്യൂ കൂടി മാറട്ടെ. എന്തായാലും തീർച്ചയായിട്ടും. അല്ല, എൻ്റെ മരുന്നിന് എത്രമാത്രം മൂല്യമുണ്ടെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും 100% അറിയുന്ന ആൾ ഞാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. എൻ്റെ മരുന്നിൽ തന്നെ എനിക്ക് അതിശയങ്ങൾ ഉള്ള ആളാണ്. ഞാൻ ഒഴിവാക്കി വിട്ടിട്ടുള്ള ഒരു പേഷ്യൻ്റ് 20 വർഷമായിട്ട് കുട്ടികളില്ല, കുട്ടികളുണ്ട്. 3-ാം മാസം അവർ 3 മാസം മുമ്പ് അബോർഷൻ ആവാണ്. 7 തവണ അബോർഷനായി. ആ തെളിവുകൾ, വ്യക്തമായ തെളിവുകളും ആ ഫോട്ടോസൊക്കെ ഇവിടെയുണ്ട്. 7 തവണ അബോർഷനായി, 20 വർഷമായിട്ട് കുട്ടികളില്ല. അവരുടെ ഗർഭപാത്രം സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് അറകളായിട്ട് ഇരിക്കുകയാണ്. ജനറ്റിക് പ്രോബ്ലമാണ്, 2-3 അറകളായിട്ടാണ് ഗർഭപാത്രം ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭ്രൂണത്തിനവിടെ വളരാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് അബോർഷൻ ആവുന്ന പറഞ്ഞു. അങ്ങനെയാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് അവർ വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ ആവാനുള്ള മരുന്നാണല്ലോ ഇവിടെ ഉള്ളത്, എനിക്ക് ആവാത്ത പ്രശ്നമല്ല, എനിക്ക് 7 തവണയായിട്ട് പോയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയതിൻ്റെ പ്രശ്നത്തെക്കുറിച്ചിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഇപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നു, നിങ്ങൾ ഗർഭിണി ആവുന്നു, പിന്നെ പോവുമില്ല എന്നുള്ളത് നമുക്ക് ഈ മരുന്ന് കഴിച്ച ശേഷം നോക്കാം. അപ്പോൾ എൻ്റെ ചോദിച്ചു, വൈദ്യര് അപ്പോൾ പോയാലോ ചോദിച്ചു. ഞാൻ തമാശ പറഞ്ഞു, 7 എന്നുള്ളത് 8 എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 7 തവണ അബോർഷനായി എന്നുള്ളത് 8 തവണ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? എന്നാലും നോക്കുക എന്ന് പറഞ്ഞു. ആ മരുന്ന്, എൻ്റെ മരുന്ന് കഴിച്ച് 3 മാസമായിട്ട് അബോർഷനായില്ല, 4 മാസമായിട്ട് അബോർഷനായില്ല, 5 മാസമായിട്ട് അബോർഷൻ. ഈ ലേഡി പറയുന്നത് ഓരോ ദിവസവും ഓരോ മാസം പോലെയാണെന്ന്. കാരണം അവർക്ക് 100% അറിയാം അബോർഷൻ ആവുമെന്ന്. അവിടുത്തെ ഡോക്ടർമാർ സ്കാനിങ് ചെയ്തിട്ട് പറഞ്ഞിട്ട് 2-3 അറകളായിട്ട് കിടക്കുന്നു, അവിടെ കുഞ്ഞ് വളരാനുള്ള സ്പേസ് ഇല്ലാന്ന്. ഇപ്പം ഞാൻ ഇത് കാണുന്ന ആൾക്കാരായിരിക്കും, ഓ വൈദ്യര് ഇതുപോലെ തള്ളുന്നൊരു വൈദ്യരെ വേറെ കണ്ടിട്ടില്ല, ഇയാൾ എന്തുമാത്രം തള്ളാണെന്ന് പറയും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണെന്നുള്ളത് ആ പേഷ്യൻറ്റും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് വ്യക്തമായ തെളിവുണ്ട് നമ്മുടെ. ഓ
ഞാൻ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുത്തൻ തലമുറയുടെ ഇതാണല്ലോ, അതെ അതെ വൈദ്യന്മാരും തള്ളിമറിക്കുന്ന വൈദ്യന്മാരുണ്ട്. പക്ഷെ ഞാൻ തെളിവ് മുമ്പിൽ വെച്ചിട്ടാണ് പറയുള്ളൂ. നമ്മൾ പറയുന്ന യാഥാർത്ഥ്യമാണ്. അതിപ്പോ ഇപ്പൊ നാളെ ശ്രീ വന്ന് പറഞ്ഞ ആ യാഥാർത്ഥ്യം ഒന്ന് കാണട്ടെ പറഞ്ഞാൽ ഞാനിപ്പോൾ അവിടെ വന്നിട്ട് ആ ആൽബം കാണിച്ചു തരാം, നമ്പറും തരാം, നിങ്ങൾ വിളിച്ചു ചോദിക്കാം. അങ്ങനെ അവർക്ക് 9 മാസം കഴിഞ്ഞപ്പോൾ അതുവരെ ഒരു പ്രശ്നമില്ല. അവസാനം പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്നു. അപ്പോഴാണ് അവർ ഇത് പറയുന്നത്. അപ്പോൾ ഈ അറ എന്ന് പറഞ്ഞിട്ട് ഈ സ്കാനിങ് ചെയ്തിട്ടുള്ള അറ എവിടെ പോയി? എൻ്റെ കഷായം കഴിച്ചിട്ട് അറ പോയി എന്നൊന്നും ഞാൻ സമർത്ഥിക്കുന്നില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ പറയുന്നത്, ഒരു ഡോക്ടർമാർ ഒരു രോഗിയോട് പറയുമ്പോൾ അവർ അവിടെ വെച്ച് അടിവരയിടുകയാണ്, ഇനി എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന്. അപ്പോൾ ഒരാളുടെ ചികിത്സ അവസാനിക്കുമ്പോൾ ഞാൻ ചെയ്ത ചികിത്സയ്ക്ക് ഇത്ര മാത്രമേ കഴിയുള്ളൂ, ഇതിനപ്പുറത്ത് കഴിയുന്ന ആളുകൾ ഇല്ല എന്നല്ല പറയേണ്ടത്, ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ ഇവർ 20 വർഷം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കുഞ്ഞുണ്ടാവണം, ആൺകുഞ്ഞുണ്ടാവണം. ബത്തേരിയാണ്, സുൽത്താൻ ബത്തേരിയിലുള്ള ഫാമിലിയാണ്. അവർ ഫോട്ടോ ഇറക്കാൻ ഞാൻ ഉണ്ട്. നമ്മളെല്ലാം ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. കാരണം ഇത് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും, ലക്ഷക്കണക്കിന് ഡോക്ടർമാരുണ്ടാവും. ആ തെളിവ് എവിടെ വെച്ചിട്ട് നാളെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന ആയിരക്കണക്കിന് തെളിവുകൾ എവിടെ എന്ന് ചോദിച്ചിട്ട് എന്തുകൊണ്ട് ആരും വരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഉറപ്പായിട്ടും ഒരു വൈദ്യൻ പറയുമ്പോൾ എനിക്ക് ഇത്ര ആയിരക്കണക്കിന് ആളുകളെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്, ഞാൻ വെറും 850 രൂപയ്ക്ക് ചികിത്സിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചിട്ട് വരുന്ന നിങ്ങൾ ശ്രീയെ പോലത്തെ ചാനലുകാരും പത്രക്കാരൊക്കെ വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും പറയട്ടെ, തെളിവ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അതാണ് പറയുന്നത്. എന്തായാലും ഇതിൽ ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ മനുഷ്യന്മാർക്ക് ഇത്രയും ഉപകാരപ്രദമായിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ വളരെ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും നമുക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം അതുമൂലം കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുകയും നമ്മളെയൊക്കെ പേഴ്സണലി വിളിച്ചു പറയും നിങ്ങളുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന്. ഇതൊരു നിമിത്തമായിട്ട് കാണട്ടെ. എന്തായാലും ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പാർന്ന നമ്മുടെ പൊന്നം പൂശാരി മെമ്മോറിയൽ ഈ വന്ധ്യതാ ചികിത്സാലയം ഇനിയും ഒരുപാട് തലമുറകൾ ഏറ്റെടുക്കട്ടെ. എല്ലാവിധ ആശംസകളും വൈദ്യർക്കും. ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ. ഇതിനൊരിക്കലും ഒരു കച്ചവട താല്പര്യത്തിലൂടെ കൊണ്ടുപോകാൻ ഞാനോ എൻ്റെ കുടുംബമോ ഉദ്ദേശിക്കുന്നുമില്ല. ഈ തലമുറയല്ല, ഇനിയുള്ള തലമുറയിലും വന്ധ്യത ബാധിക്കുന്നവർക്ക്, വന്ധ്യതയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇതൊരു അനുഗ്രഹമായി തന്നെ നിലനിൽക്കണമെന്നും എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ദമ്പതികളുടെ അനുഗ്രഹമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മളെവിടെ പോകുമ്പോഴും നമ്മളെ 10 പേര് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് എല്ലാം ഈ പാരമ്പര്യം തന്നിട്ടുള്ള സുഹൃതം മാത്രമാണ്. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇപ്പോഴും ഞാൻ ഉറപ്പ് തരുന്നു, ഒരു വ്യക്തിയുടെയും കണ്ണീരിൻ്റെ അംശമുള്ള 1 രൂപ പോലും തൻ്റെ പോക്കറ്റിലോ പേഴ്സിലോ ഇല്ല എന്നും അതിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ കളങ്കപ്പെട്ട 1 രൂപ പോലും ഇല്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, ഇപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആളുകൾ ഇവിടെ വൈദ്യരെ തേടിയെത്തുന്നത്. തീർച്ചയായും. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഞങ്ങൾ നേരുന്നു. താങ്ക് യു വൈദ്യരെ, താങ്ക് യു സോ മച്ച്.